ആണിൻ്റെ മുഖം പെണ്ണിൻ്റെ സമൃദ്ധിയിലേക്ക് ആഴ്ന്നു പോകുന്നതും വിരലുകൾ പെണ്ണിൻ്റെ നാഭിച്ചുഴിയിൽ പെടുന്നതും ദർശിച്ചു. ചുഴിയിൽപ്പെട്ട ഒരാളായി അയാൾ വട്ടം കറങ്ങി. തിരിച്ചു പോകാനും കാണാതായ സ്വസ്ഥതയുടെ താക്കോൽ കൂട്ടം കണ്ടെത്താനും അയാളിലെ അപരൻ അയാളോട് കൽപ്പിച്ചു. എന്നാൽ അല്പനേരം കൂടി എന്ന് അപരനോട് ദയനീയമായി കഞ്ചി. കാലങ്ങളോളം അത് നോക്കി നിൽക്കാൻ അതിയായി മോഹിച്ചു. എം പ്രമോദ് എഴുതിയ ആണും പെണ്ണും എന്ന കഥാസമാഹാരത്തിലെ അതേ പേരുള്ള കഥയാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വായിക്കുന്നത്. ഈ കഥാപുസ്തകം കയ്യിൽ കിട്ടിയപ്പോൾ ഒരു പഴയകാല കഥ വായനയെയാണ് ഓർമ്മിപ്പിച്ചത്. 80കളിലും 90കളിലൊക്കെ എഴുതപ്പെട്ട ചെറുകഥകളുടെ ഒരു സൗന്ദര്യം ഈ കഥകളിൽ കണ്ടു. അതുകൊണ്ട് തന്നെ ഈ കഥ വായിക്കാൻ തോന്നുകയും നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയും ചെയ്തു. അതാണ് ഇന്ന് വായിക്കുന്നത്. എല്ലാവർക്കും നവാബ്ജി ടോക്കിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആണും പെണ്ണും. ഭാര്യ മരിച്ചു. വീടിന് ചുറ്റും നിറയെ ആൾക്കൂട്ടം. പരസ്പരം ഒരിക്കൽ പോലും കാണാത്തവർ ശവന്നാറിപ്പൂക്കളുമായി കൈകൂപ്പി നിൽക്കുന്നു. അവനവനെ നഷ്ടമായ നോവേറ്റ് കരയുന്നു. എന്നാൽ അയാൾക്ക് മാത്രം കരച്ചിൽ വന്നില്ല. ഭാരിച്ച കെട്ട് തലയിൽ നിന്ന് ഇറക്കി വെച്ചതുപോലെ വലിയൊരാശ്വാസത്തോടെ ദീർഘമായി ശ്വാസമെടുത്തു വിട്ടു. വിലപിക്കുന്ന ആൾക്കൂട്ടത്തെ കൗതുകത്തോടെ നോക്കി നിന്നു. എത്ര ശ്രമിച്ചിട്ടും ഭാര്യ മരിച്ചതിൽ ദുഃഖം കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഉച്ചയോടെ ചടങ്ങുകൾ തീർത്ത് ആളുകൾ പിരിഞ്ഞുപോയി. വാതിലുകൾക്ക് താഴിട്ട് അയാളും നഗരത്തിലേക്ക് പോയി. നിറയെ ആൾക്കൂട്ടമുള്ള ഒരു സ്ഥാപനത്തിൽ ജോലി അന്വേഷിച്ചു. ചേട്ടൻ എന്നും നേരത്തെ ഉറങ്ങിയല്ലോ. നട്ടുച്ച സ്വപ്നത്തിൽ നിന്നുള്ള നിയന്ത്രണമറ്റ് പെട്ടെന്ന് അയാൾ യാഥാർത്ഥ്യത്തിലേക്ക് നിലംപതിച്ചു. പെൺകുട്ടി ദീർഘമായി ചിരിച്ചു. തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും ചരിത്ര നിർമ്മിതിയുടെ ഉള്ളറകളിൽ ഗവേഷണത്തിന് വരാറുള്ള ആണും പെണ്ണുമാണ്. അവർക്കായി ഗേറ്റ് തുറന്നു കൊടുത്തു. ആണും പെണ്ണും കൈകൾ കോർത്ത് ചരിത്ര നിർമ്മിതിയുടെ അകമുറികളിലേക്ക് മറഞ്ഞു. ഗേറ്റിനരികിൽ അയാൾ വീണ്ടും ഒറ്റയ്ക്കായി കാവൽ നിന്നു. ചരിത്രബോധമേയില്ലാത്ത ഒരാൾ ചരിത്രാവശേഷിപ്പുകൾക്ക് ഏകനായി കാവലിരിക്കുകയും ഇടയ്ക്കെപ്പോഴെങ്കിലും വന്നണയുന്ന സന്ദർശകരെ ചരിത്ര നിർമ്മിതികളെപ്പറ്റി പഠിപ്പിക്കുകയും ചെയ്തു. അതിനു മാത്രം ചരിത്ര നിർമ്മിതികളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരിക്കൽ ഒരു ഉദ്യോഗസ്ഥൻ അരപ്പേജിൽ മാത്രം ഒതുങ്ങുന്ന സ്ഥലകാല ചരിത്രത്തെ കാവൽക്കാരന് എഴുതി കൊടുക്കുകയും അയാളത് കുട്ടിയെപ്പോലെ മനഃപ്പാഠമായി പഠിക്കുകയും ചെയ്തു. ചരിത്രത്തെ ജീവനെപ്പോലെ കൊണ്ടു നടക്കുന്ന ഏതെങ്കിലും സന്ദർശകനെങ്ങാനും വന്ന് അല്പം കൂടി ഗഹനമായ ചോദ്യങ്ങളിലേക്ക് കടന്നാൽ കാവൽക്കാരൻ ഒരു ദശാസന്ധിയിൽ അകപ്പെടുമായിരുന്നു. പക്ഷേ അയാളുടെ ചരിത്രത്തിൽ ഇന്നേ വരെ അങ്ങനെയൊരു സന്ദർശകനെ കണ്ടുമുട്ടിയതേയില്ല. അത്തരമൊരു കൂടിക്കാഴ്ചയ്ക്ക് ആഗ്രഹവും ഉണ്ടായിരുന്നില്ല. ചരിത്ര നിർമ്മിതിയുടെ മുന്നിലെ ഈ കാവൽ നിൽപ്പ് എന്നത് നിലനിൽപ്പിന് വേണ്ടിയുള്ള വെറുമൊരു ജോലി മാത്രമാണ്. അതല്ലാതെ ചരിത്രത്തോടുള്ള ഇഷ്ടമോ കടപ്പാടോ ഒന്നുമല്ല അയാൾക്ക്. അവധി ദിവസങ്ങളിൽ മറ്റെവിടെയും പോകാനില്ലാത്തവർ, അല്ലാത്തപ്പോൾ വഴിതെറ്റി കുന്നുകയറി വരുന്നവർ, തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും ചരിത്ര നിർമ്മിതിയുടെ ഉള്ളറകളിൽ ഗവേഷണത്തിനായി സ്ഥിരമായി വരാറുള്ള ആണും പെണ്ണും എന്നിങ്ങനെ ചിലർ മാത്രം നിർമ്മിതികൾ കാണുവാൻ വന്നു ചേരുന്നു. അങ്ങനെ തിരക്ക് പിടിച്ച ഒരു ദിവസമോ അതുപോലെ ഭാരിച്ച ജോലിയോ അവിടെ നിലനിന്നതായി കാവൽക്കാരനായ അയാൾക്ക് ഓർമ്മയിൽ പോലുമില്ല. പകൽ 10 മണിയോടെ കുന്നുകയറി ജോലിക്കെത്തുന്നു. പിന്നെ ഊണ് കഴിഞ്ഞാൽ വിശാലമായ ഉച്ചയുറക്കം. എല്ലാ തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും മുടങ്ങാതെ വരുന്ന ചരിത്ര വിദ്യാർത്ഥികളായ ഒരാണും ഒരു പെണ്ണും. പെൺകുട്ടി ചിരിക്കുകയും സുഖവിവരങ്ങൾ അന്വേഷിക്കുകയും ചെയ്യും. അവരുടെ വരവ് പലപ്പോഴും ഉച്ച കഴിഞ്ഞുള്ള മയക്കത്തിനൊരുക്കം കൂട്ടുമ്പോഴാണ്. വന്ന് പരിചയമായതുകൊണ്ട് തന്നെ നിർമ്മിതിയുടെ ഉള്ളറയിൽ കാവൽക്കാരൻ്റെ സാന്നിധ്യം അവർക്കാവശ്യമില്ല. അവർ ഉള്ളറകളിൽ കടന്നു ചെന്ന് ചരിത്ര നിർമ്മിതികളെക്കുറിച്ചുള്ള ദീർഘമായ ഗവേഷണങ്ങളിൽ മുഴുകുന്നു. ആ സമയങ്ങളിൽ അയാൾ തിരിച്ചറിയാതെ പോകുന്ന ചരിത്രത്തോടൊപ്പം ഉച്ചയുറക്കത്തിലേക്ക് വീഴുന്നു. ആണും പെണ്ണും ഏറെ വൈകി അവിടെ നിന്നും മടങ്ങിപ്പോകുന്നു. അപ്പോഴേക്കും അയാൾ ഉറക്കമുണരും. സ്ഥിരമായി വരുന്ന മറ്റ് വിദ്യാർത്ഥികൾ വേറെയുമുണ്ട്. പക്ഷേ അവരെയൊന്നും ഓർത്തു വയ്ക്കാൻ മാത്രം പരിചയപ്പെടലുകളില്ല. വൈകുന്നേരം
7 മണിയോടെ ഗേറ്റ് പൂട്ടി താക്കോലുമായി വീട്ടിലേക്ക് മടക്കം. മിക്ക ദിവസങ്ങളിലും ഇതിനപ്പുറം വേറെയൊരു മായാജാലവും സംഭവിക്കുന്നില്ല. ചരിത്ര നിർമ്മിതികൾ കാണാൻ വരുന്നവർ അത് കണ്ടുപോകുന്നു. അവർക്ക് പിറകെ നടക്കുകയോ ചരിത്രാവബോധം പഠിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. അപൂർവത്തിൽ അപൂർവമായി മാത്രം ചിലർ ചരിത്ര നിർമ്മിതികളെ പറ്റി ഒറ്റവാക്കിൽ ചോദിക്കുന്നു. മനഃപ്പാടമാക്കി വെച്ചവ പച്ചവെള്ളമൊഴുകും പോലെ പറഞ്ഞു കൊടുക്കുന്നു. വലിയൊരറിവ് നേടിയ ഉത്സാഹത്തോടെ അവർ പോകുന്നു, അത്രമാത്രം. ഓരോ വൈകുന്നേരങ്ങളും അവസാനിക്കുമ്പോൾ അയാൾ സ്വയം പറയും, മടുത്തു, ഇന്നത്തോടെ അവസാനം, ഇനി ഈ കുന്നിന് മുകളിലേക്ക് കാവലില്ല. പക്ഷേ വീട് അയാളുടെ ആഗ്രഹങ്ങളെ പണയം വെച്ചു. പേരറിയാത്ത ഏതോ അസുഖം പേറി ജീവിക്കുന്ന ഭാര്യ ഒരിക്കൽ പോലും സ്വസ്ഥത കൊടുത്തതേയില്ല. അയാളുടെ അവധി ദിവസങ്ങൾ പോലും ഭാര്യയ്ക്ക് അസഹനീയമായിരുന്നു. എല്ലാ ദിവസവും അയാൾ ജോലിയെടുക്കാൻ വിധിക്കപ്പെട്ടു. അങ്ങനെ ഉച്ചയൂണുമായി ഓരോ പകലുകളും പൊളിച്ചു തികട്ടുന്ന മടുപ്പുമായി മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജോലി ചെയ്യാൻ വിധിക്കപ്പെട്ട കുന്നിൻ മുകളിലെ ചരിത്ര നിർമ്മിതിയിലേക്ക് യാത്ര ചെയ്തു. ചരിത്രത്തിന് കാവൽ നിൽക്കാൻ വിധിക്കപ്പെട്ട അയാൾക്ക് ആ ജോലി വലിയൊരു മടുപ്പായിരുന്നു. എല്ലായ്പ്പോഴും ആൾക്കൂട്ടം അയാളെ മോഹിപ്പിച്ചു. നിറയെ ആളുകളുള്ള സ്ഥാപനത്തിൽ ജോലി പങ്കിടാൻ ആഗ്രഹിച്ചു. പക്ഷേ മനസ്സിനിണങ്ങിയ പങ്കാളിയെന്ന പോലെ മറ്റൊരു ജോലിയും കണ്ടെത്താൻ കഴിഞ്ഞതേയില്ല. കുറെയൊക്കെ ഒത്തിണങ്ങി വരുമ്പോഴായിരിക്കും വേതന പകുതി പോലും കിട്ടില്ലെന്ന തിരിച്ചറിവുണ്ടാവുക. പ്രായം ജോലിക്കും ആഗ്രഹത്തിനുമിടയിൽ വലിയൊരു മതിൽക്കെട്ട് തീർത്തു. ഒരു കുട്ടിയെപ്പോലെ 1000 തവണ മൈതാനം നിറയെ ഓടണം എന്നാഗ്രഹിക്കുന്ന വെറുമൊരു മധ്യവയസ്കൻ. അതായിരുന്നു അയാൾ. ജോലി ചെയ്യാൻ വിധിക്കപ്പെട്ടവൻ. ജോലിക്ക് അടിമപ്പെടാതെ പകരം ജോലി അവന് മുന്നിൽ അടിമപ്പെടുക എന്നൊരു ആഗ്രഹമായിരുന്നു അയാളുടെ ഉള്ളിൽ. ലോട്ടറി എടുക്കാത്ത ഒരാളുടെ വീട്ടിലേക്ക് ഒരിക്കൽ സമ്മാനത്തുകയുമായി വരുന്ന ഒരു ഉദ്യോഗസ്ഥൻ അതുപോലെ ഒന്ന് ജോലിയുടെ രൂപത്തിൽ തന്നെയും തേടിയെത്തുമെന്ന് പ്രതീക്ഷിച്ചു. അനിശ്ചിതമായി നീണ്ടുപോകുന്ന ഏകനായുള്ള ഒറ്റയിരിപ്പാണ് അത്രമേൽ മടിപ്പിക്കുന്നത്. ചില ദിവസങ്ങളിൽ ഒരു സന്ദർശകൻ പോലും കയറി വന്നില്ല. മൗനിയായിരുന്ന് വാക്കുകൾ തുരുമ്പെടുക്കുന്നു. ആ നേരങ്ങളിൽ അസുഖബാധിതയായ ഭാര്യയുടെ ചാരിയിരിക്കാൻ അയാൾ ആഗ്രഹിച്ചു. പക്ഷെ ഒരിക്കൽ പോലും ഭാര്യ അത്തരം ഒരു ഇമ്പമാർന്ന സാമീപ്യം അയാളിൽ നിന്നും ആഗ്രഹിച്ചില്ല. ഇന്നൊരാൾ പോലും ചരിത്ര നിർമ്മിതി കാണാൻ ഈ കുന്നിന്മീതെ വന്നില്ലല്ലോ എന്ന് മുഷിപ്പൂടെ ഓർക്കുമ്പോഴായിരിക്കും ആരെങ്കിലുമൊക്കെ വരുമെന്ന് കരുതി ഓരോ നിമിഷവും കാത്തിരുന്നു പോയതെല്ലാം ആയുസ്സിൽ നിന്ന് തന്നെയുള്ള ഒരേടാണല്ലോ എന്ന് വ്യഥയോട് തിരിച്ചറിയുക. ഒരാളെപ്പോലും കാണാതെ ആയുസ്സിൽ നിന്നൊരു ദിവസം ഒലിച്ചു പോകുന്നു. തന്നിൽ നിന്നും വെറുതെ ഒലിച്ചിറങ്ങിപ്പോകുന്ന ആയുസ്സിനെ പറ്റിയോർത്ത് നഷ്ടബോധത്താൽ വീർപ്പുമുട്ടി. സത്യമാണ്, അയാൾ ആൾക്കൂട്ടം ആഗ്രഹിച്ചു. വിദൂരതയിൽ നിന്നും നോക്കുമ്പോൾ ആൾക്കൂട്ടത്തെ നിറയെ ഉറുമ്പുകൾ പോലെ തോന്നിക്കണം. ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കാൻ സമ്മതിക്കാത്ത വിധത്തിൽ ആളുകൾ തൻ്റെ അടുക്കലേക്കെത്തി സംശയങ്ങൾ ചോദിക്കണം. കുത്തനെയുള്ള അറകളിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു കൈപ്പിടിയുടെ സഹായം ചോദിക്കുന്നു. ജനാലകളോ വാതിലുകളോ പോയിട്ട് പേരിനൊരു ഓട്ട പോലുമില്ലാത്ത 3ാമത്തെ അറയിൽ ഇത്രയും വെളിച്ചമെങ്ങനെ നിറയുന്നു എന്ന് ചോദിക്കുന്നവരുടെ ആകാംക്ഷയുടെ കണ്ണുകൾ കാണണം. എന്നാൽ ചരിത്രം നിർമ്മിക്കുമ്പോൾ കാലം ഈ ചരിത്ര നിർമ്മിതിക്ക് വേണ്ടി ഒരാൾക്കൂട്ടത്തെ സൃഷ്ടിക്കാൻ മാത്രമുള്ള സമവാക്യങ്ങളൊന്നും കൂട്ടിക്കുഴച്ചില്ല. ചരിത്ര നിർമ്മിതി കാണാൻ എത്തുന്ന ആൾക്കൂട്ടം എന്നത് ഉച്ചയുറക്കത്തിലെ ഭാര്യ മരിക്കുന്ന സ്വപ്നം പോലെയൊന്നായി അവശേഷിച്ചു. അന്നത്തെ വെള്ളിയാഴ്ച ദിവസം വെപ്രാളത്തിൻ്റെതായിരുന്നു. രാവിലെ വന്ന് വാതിലുകളെല്ലാം തുറന്നിട്ട ശേഷം ഏകദേശം ഉച്ചയായപ്പോഴായിരുന്നു അത് തിരിച്ചറിഞ്ഞത്. ചരിത്ര നിർമ്മിതിയുടെ വാതിലുകളുടെ താക്കോൽ കൂട്ടങ്ങൾ എവിടെയോ കളഞ്ഞുപോയി. ഊണ് കഴിഞ്ഞുള്ള ഉച്ചയുറക്കത്തിൻ്റെ സമയമായിരുന്നു അപ്പോൾ. ഏതായാലും ഇന്നത്തെ ഉച്ചയുറക്കം നഷ്ടമായി തീർച്ചപ്പെടുത്തി. അതിനിടയിൽ ചരിത്ര ഗവേഷകരായ ആണും പെണ്ണും വന്നു. പെൺകുട്ടി പതിവ് പോലെ അയാളോട് ചിരിക്കുകയും എന്തോ ചോദിക്കുകയും ചെയ്തെങ്കിലും അയാൾക്ക് സ്വസ്ഥമായ ഒരു ഉത്തരം കൊടുക്കാൻ കഴിഞ്ഞില്ല. കളഞ്ഞുപോയ സ്വസ്ഥത എവിടെ തിരഞ്ഞാൽ കിട്ടുമെന്നുള്ള ആധിയിലായിരുന്നു അയാൾ. ആണും പെണ്ണും ഗവേഷണങ്ങൾക്ക് ഉളറകളിലേക്ക് ഇറങ്ങിപ്പോയി. ചരിത്ര നിർമ്മിതികളുടെ വെളിയിലൂടെ അയാൾ കളഞ്ഞുപോയ സ്വസ്ഥതയും തെരഞ്ഞു നടന്നു. എവിടെയും കണ്ടെത്തിയില്ല. ആ നേരം വരെ നടന്ന വഴികൾ ഓർത്തെടുത്ത് അവിടെയൊക്കെ പരത്തി നോക്കി. ഇനി ബാക്കിയുള്ളത് ഉള്ളറകൾ മാത്രമാണ്. കുത്തനെയുള്ള പടികൾ പണിവെട്ടിറങ്ങി 1ാമത്തെ ഉള്ളറയിലെത്തി. പഴമയുടെ മണം എല്ലായിടത്തും വ്യാപിച്ചു കിടന്നു. എന്നാൽ അവിടെ ഒന്നും താക്കോൽക്കൂട്ടം കണ്ടതേയില്ല. ശ്രമപ്പെട്ടത് പടികൾ കയറി പിന്നെ ശൂന്യമായ 2ാമത്തെ അറയിലേക്ക് ഇറങ്ങി. അവിടെയും അത് കണ്ടെത്തിയില്ല. ഇനി അവസാനമായി ബാക്കിയുള്ളത് 3ാമത്തെ അറ മാത്രമാണ്.
പ്രതീക്ഷയുടെ മൂന്നാമത്തെ അറയിലേക്കുള്ള പടികൾ ഇറങ്ങി. അവസാനം പടിയിൽ നിന്നും കാലെടുത്ത് മുന്നോട്ടായുന്നതിനിടെ പെട്ടെന്ന് അയാൾ സ്തബ്ധനായി. അറയുടെ നിറവിൽ നിരപ്പലകൾക്കുമീതെ മറ്റൊന്ന് അട്ടിയിട്ട പോലെ ആണും പെണ്ണും. ചരിത്രാതീത കാലം മുതൽക്കേ ഉള്ളടിഞ്ഞ ഒരാന്തൽ അയാളിൽ നിന്ന് തികട്ടി വന്നു. ധ്യാനനിമഗ്നയായ സന്യാസിയെപ്പോലെ അവസാന പടവുകളിലൊന്നിൽ അയാൾ നിലനിന്നു. ആണിൻ്റെ മുഖം പെണ്ണിൻ്റെ സമൃദ്ധിയിലേക്ക് ആഴ്ന്നു പോകുന്നതും വിരലുകൾ പെണ്ണിൻ്റെ നാഭിച്ചുഴിയിൽ പെടുന്നതും ദർശിച്ചു. ചുഴിയിൽപ്പെട്ട ഒരാളായി അയാൾ വട്ടം കറങ്ങി. തിരിച്ചു പോകാനും കാണാതായ സ്വസ്ഥതയുടെ താക്കോൽ കുട്ടം കണ്ടെത്താനും അയാളിലെ അപരൻ അയാളോട് കൽപ്പിച്ചു. എന്നാൽ അല്പനേരം കൂടി എന്ന് അപരനോട് ദയനീയമായി കെഞ്ചി. കാലങ്ങളോളം അത് നോക്കി നിൽക്കാൻ അതിയായി മോഹിച്ചു. പതിയെ അയാളിലെ ഊർജം സ്ഖലിച്ചു. പരിസരമെല്ലാം മറന്നുറക്കെ കരയാൻ തോന്നി. ആണും പെണ്ണും ഒരൊറ്റ ശരീരമായി ഒട്ടിപ്പിടിച്ചുറക്കമായി. അയാളിലെ അപരൻ വീണ്ടും വീണ്ടും താക്കോൽ കുട്ടം കണ്ടുപിടിക്കുന്നതിനെ പറ്റി ഓർമ്മിച്ചുകൊണ്ടേയിരുന്നു. ചരിത്രപരമായ കാഴ്ചകൾ അവസാനിപ്പിച്ച് പടികൾ ഒന്നൊന്നായി തിരിച്ചു കയറി. തിരികെ ഗേറ്റിനരികിലെത്തിയപ്പോഴാണ് സംഭവിച്ചത്. താക്കോൽ കുട്ടം അത്രയും നേരം കുപ്പായത്തിൻ്റെ ഇടത് കീശയിൽ തന്നെയുണ്ടായിരുന്നു. അയാൾക്ക് ആദ്യമായി ചിരി വന്നു. ചരിത്ര ഗവേഷണം പൂർത്തിയാക്കി തിരിച്ചു വരുന്ന ആണിനെയും പെണ്ണിനെയും നേരിടാൻ അയാൾക്ക് ലജ്ജ തോന്നി. ആണും പെണ്ണും വൈകുന്നേരം അവിടം വിട്ടുപോകും വരെ അയാൾ എവിടെയോ ഒളിച്ചിരുന്നു. പിറ്റേ ദിവസം ആയാസമില്ലാതെ കുന്നുകൾ വേഗത്തിൽ കയറി. കിതപ്പ് തോന്നിയതേയില്ല. പതിവിലും നേരത്തെ ജോലിക്കെത്തി. നഷ്ടമായ ഉത്സാഹത്തിൻ്റെ വഞ്ചി കടലിടുക്കിൽ നിന്ന് തിരിച്ചു കെട്ടി. വളരെ പ്രസന്നനായി അയാൾ ചരിത്ര നിർമ്മിതിയിലേക്ക് കാവൽ നിന്നു. പ്രിയപ്പെട്ട ഒരാളെ എന്ന പോലെ നിർമ്മിതിയെ കുറേ നേരം വെറുതെ നോക്കി നിന്നു. ഇടയ്ക്ക് ഒരാവർത്തി അയാൾക്കു മാത്രം കേൾക്കാൻ പാകത്തിൽ ഒരു പാട്ടുപാടി. ഗവേഷണത്തിന് ആണും പെണ്ണും വരാൻ ഇനി തിങ്കളാഴ്ച വരെ കാത്തു നിൽക്കണം. പക്ഷേ ശനിയാഴ്ച ചിലപ്പോൾ വേറെയും ആണുങ്ങളും പെണ്ണുങ്ങളും ഒന്നിച്ചു വരാതിരിക്കില്ലെന്ന് തോന്നി. പ്രതീക്ഷയ്ക്ക് ബലം പകർന്നുകൊണ്ട് ഒരാണും പെണ്ണും വന്നു. അവർ ഉള്ളറകൾ കാണാനിറങ്ങിയപ്പോൾ രഹസ്യമായി അയാളും പിന്തുടർന്നു. ഉള്ളറകളിലെത്തിയ ആണും പെണ്ണും കൈകൾ കോർത്തു പിടിച്ച് നടന്നു. നിശബ്ദനായി തുടിക്കുന്ന ഇറങ്ങളോടെ അയാൾ സാഖൂതം നോക്കി. എന്നാൽ പൊടുന്നരെ തന്നെ അവർ തിരിച്ചു കയറുകയും ചെയ്തു. അന്നത്തെ ദിവസം മറ്റാരും വന്നില്ലെങ്കിലും നാളെ ഇനിയും വന്നെത്താവുന്ന ഒരാണിനും പെണ്ണിനുമായുള്ള കാത്തിരിപ്പ് ജീവിതത്തിന് പുതിയ ഊർജം പകർന്നു. ഇത്രയും വർഷങ്ങൾ താൻ പാഴാക്കി കളഞ്ഞ അനുഭൂതികൾ ഗതികിട്ടാതെ അലഞ്ഞു നടന്ന് ഉറക്കത്തെ അലൗസരപ്പെടുത്തി. ഞായറാഴ്ചയേക്കാൾ ആഗ്രഹിച്ചത് വേഗമൊന്ന് തിങ്കളാഴ്ച ആയെങ്കിൽ എന്നാണ്. തിങ്കളാഴ്ച ഗവേഷണത്തിന് വരുന്ന ആണിനെയും പെണ്ണിനെയും പറ്റിയുള്ള ചിന്തകൾ സിരകളിൽ രക്തയോട്ടത്തെ ഉത്തേജിപ്പിച്ചു. തിങ്കളാഴ്ച പുലർച്ചെ എഴുന്നേറ്റെങ്കിലും നേരെ വൈകിട്ടും ഭാര്യ എഴുന്നേറ്റുന്നില്ല. അവർ ഉറക്കത്തിലെപ്പോഴും മരിച്ചുപോയി. പകൽ മരണവീട്ടിലേക്ക് പരിചയമുള്ളവർ വന്നു തുടങ്ങി. നീണ്ട നിരയായി ആളുകൾ വന്നുകൊണ്ടേയിരുന്നു. ഇത്രമാത്രം പരിചയക്കാർ അയാൾക്കുണ്ടായിരുന്നില്ല. പക്ഷെ വന്നവരുടെ മുഖങ്ങളൊക്കെ പരിചയമുള്ളവ തന്നെ. അപരിചിതർ എന്ന് വിളിക്കാൻ മാത്രം ആരെയും കണ്ടില്ല. ചില പെണ്ണുങ്ങൾ സാരിത്തലപ്പ് കൊണ്ട് കണ്ണുകൾ തുടയ്ക്കുന്നത് കണ്ടു. എന്നാൽ അയാൾക്ക് മാത്രം കരച്ചിൽ വന്നില്ല. ബാരിച്ചക്കെട്ട് തലയിൽ നിന്ന് ഇറക്കി വെച്ചതുപോലെ വലിയൊരാശ്വാസത്തോടെ ദീർഘമായി ശ്വാസമെടുത്തു വിട്ടു. കരയുന്ന പെണ്ണുങ്ങളെ കൗതുകത്തോടെ നോക്കിയിരുന്നു. എത്ര ശ്രമിച്ചിട്ടും ഭാര്യ മരിച്ചതിൽ ദുഃഖം കണ്ടെത്താൻ കഴിഞ്ഞില്ല. വേഗത്തിൽ ആളുകൾ മടങ്ങുവാൻ മാത്രം അയാൾ ആഗ്രഹിച്ചു. ആകാംക്ഷയോടെ വീടിന് ചുറ്റും നടന്നു. അയാളുടെ ആഗ്രഹം പോലെ ഉച്ചയോടെ ചടങ്ങുകൾ തീർത്ത് ആളുകൾ പിരിഞ്ഞുപോയി. മരണവീട്ടിൽ അയാൾ മാത്രം അവശേഷിച്ചു. ആ ഒറ്റയാക്കപ്പെടൽ അയാൾ ഏറെ ആസ്വദിച്ചു. കാലങ്ങളായി എരിവെയിലിൽ ഒറ്റക്കാലിൽ നിന്ന ഒരാളുടെ മീതെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. ധൃതിയിൽ വാതിലുകൾക്ക് താഴെയിട്ട് അധിക സമയം പാഴാക്കാനില്ലെന്ന ബോധ്യത്തോടെ നട്ടുച്ചവയിൽ വകവെക്കാതെ ദീർഘദൂര ഓട്ടക്കാരൻ്റെ ശക്തിയുമെടുത്ത് ഉത്സാഹത്തോടെ അയാൾ കുന്നിന് മുകളിലെ നിർമ്മിതികളിലേക്ക് കാവൽ നിൽക്കാൻ പാഞ്ഞു. ഇന്ന് തിങ്കളാഴ്ചയാണ്. ഗവേഷണത്തിന് വരാറുള്ള ആണും പെണ്ണും എത്തേണ്ട സമയമെടുത്തു. കഥ ഇവിടെ പൂർണ്ണമാകുകയാണ്. വളരെ രസകരമായ ഒരു കഥയായിട്ടാണ് എനിക്ക് തോന്നിയത്. മനുഷ്യ ജീവിതങ്ങളെ പച്ചയായിട്ട് വരച്ചിടുകയാണ് ചെയ്യുന്നത്. അവൻ്റെ വിചാരങ്ങളെ, വികാരങ്ങളെ, അവൻ്റെ യാഥാർത്ഥ്യ ജീവിതത്തെയൊക്കെ വളരെ മനോഹരമായിട്ട് വരച്ചിടുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. ഈ കഥാപുസ്തകം വിപണിയിൽ വാങ്ങാൻ കിട്ടുന്നതാണ്. ഇതിൽ 6 കഥകളുണ്ട്. 6ഉം ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതാണ്. ഈ പുസ്തകം വായിക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.